അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യം കൈവരിച്ച പുരോഗതി നിലനിർത്തുന്നതിനായി വരുന്ന വർഷങ്ങളിൽ 12,000 മുതൽ 13,000 കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതകൾ നിർമ്മിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഒരു ഭാഗത്ത് ദേശീയപാത വികസന അതോറിറ്റിയുടെ കടബാധ്യത കുമിഞ്ഞുകൂടുന്നതിനാൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളിലേക്ക് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിന്റെ ഭാഗമായാണ് കൂടുതൽ BOT പദ്ധതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. മികച്ച ഓഹരികൾ ബജറ്റിന് മുൻപായി പരിഗണിക്കാം. ഈയൊരു പശ്ചാത്തലത്തിൽ മികച്ച 5 റോഡ്, ഹൈവേ ഓഹരികളെ പരിചയപ്പെടാം. ഹൈലൈറ്റ്സ്. ബജറ്റ് പ്രതീക്ഷയിൽ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ. BOT അടിസ്ഥാനത്തിൽ കൂടുതൽ പദ്ധതികൾ. മികച്ച റോഡ്, ഹൈവേ ഓഹരികളെ അറിയാം. 1. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. അടിസ്ഥാന സൗകര്യ വികസന, നിർമ്മാണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. പ്രധാനമായും റോഡ്, ദേശീയപാത നിർമ്മാണത്തിലാണ് കമ്പനി ശ്രദ്ധയൂന്നിയിരിക്കുന്നത്. നിർമ്മിക്കുക, പ്രവർത്തിപ്പിക്കുക, കൈമാറുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി കരാർ ഏറ്റെടുത്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയ കമ്പനിയുമാണിത്. രാജ്യത്തെ ആദ്യ എക്സ്പ്രസ് വേ ദേശീയപാത പദ്ധതി രൂപകൽപ്പന ചെയ്തു നടപ്പാക്കിയതും IRB ഇൻഫ്രയാണ്. അതുപോലെ വിദേശത്ത് നിന്നും കടപ്പത്രങ്ങളുടെ രൂപത്തിൽ വിഭവ സമാഹരണത്തിനായി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് രൂപീകരിച്ചതും ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്തതും ഈ മിഡ് ക്യാപ് കമ്പനിയാകുന്നു. നിലവിൽ 12 സംസ്ഥാനങ്ങളിലായി 80,000 കോടി മൂല്യമുള്ള പദ്ധതികളും 2 ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളും IRB ഇൻഫ്രയുടെ കീഴിലുണ്ട്. 2024 ജൂൺ മാസത്തിലെ കണക്കു പ്രകാരം കമ്പനിക്ക് ലഭിക്കുന്ന ടോൾ 517 കോടി രൂപയാണ്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ ത്രൈമാസ കാലയളവിനിടെ IRB ഇൻഫ്രയുടെ ടോൾ വരുമാനം 32% വാർഷിക വളർച്ചയോടെ 1,550 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ 3 മാസമായി ഈ മിഡ് ക്യാപ് ഓഹരിയിൽ 8% നേട്ടം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ എങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 180% വർധന കൈവരിച്ചിട്ടുണ്ട്. പ്രഡിക്ഷൻ. 2. ദിലീപ് ബിൽകോൺ ലിമിറ്റഡ്. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ EPC സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് ദിലീപ് ബിൽകോൺ ലിമിറ്റഡ്. ദേശീയപാത നിർമ്മാണം ഉൾപ്പെടെ സർക്കാരിന്റെ വിവിധ പദ്ധതികളും സ്വകാര്യ മേഖലയിൽ നിന്നുള്ള വൻകിട പ്രോജക്ടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും കമ്പനി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനകം 100-ലധികം പദ്ധതികൾ ഈ സ്മോൾ ക്യാപ് കമ്പനി പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ 50-ലധികം പദ്ധതികളുടെ നിർമ്മാണം ദിലീപ് ബിൽകോൺ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ 10,000 മുതൽ 12,000 കോടി രൂപയുടെ കരാർ നേടാൻ സാധിക്കുമെന്നും കമ്പനി പ്രതീക്ഷിക്കുന്നുണ്ട്. ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തി 2025-26 സാമ്പത്തിക വർഷത്തോടെ കടബാധ്യതകൾ ഒഴിവാക്കാനും കമ്പനി ലക്ഷ്യമിടുന്നു. പ്രഡിക്ഷൻ. 3. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. റോഡ്, ഫ്ലൈഓവർ, പാലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിവിധ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ EPC സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്. കരാർ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ടെങ്കിലും BOT അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിലാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വൻകിട പ്രോജക്ടുകളുടെ കരാർ പിടിക്കാനുള്ള ടെൻഡർ നടപടികളിൽ സ്വതന്ത്രമായി പങ്കെടുക്കാനുള്ള മുൻകൂർ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2024 മാർച്ച് സാമ്പത്തിക പാദത്തിൽ വിദേശ, ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ HG ഇൻഫ്ര എഞ്ചിനീയറിംഗിൽ ഓഹരി വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിനൊടുവിൽ ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം 12,400 കോടി രൂപയുടെ മൂല്യമുള്ള വിവിധ കരാറുകൾ കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് നേടിയ വരുമാനത്തിന്റെ 2.5 മടങ്ങോളം വരും. പ്രഡിക്ഷൻ. 4. KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ്. ഹൈദരാബാദ് കേന്ദ്രമാക്കി റോഡ്, ദേശീയപാത, ജലസേചനം, നഗര ജലവിതരണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ EPC സേവനങ്ങൾ നൽകുന്ന സ്വകാര്യ കമ്പനിയാണ് KNR കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനൊടുവിൽ കമ്പനിയുടെ കൈവശമുള്ള കരാർ പദ്ധതികളുടെ മൂല്യം അഥവാ ഓർഡർ ബുക്ക് 5,300 കോടി രൂപയുടേതായിരുന്നു. ഇതിൽ 3,190 കോടിയും റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കരാർ പദ്ധതികളുടേത് ആകുന്നു.
പുതിയ വിപണിയിലേക്കും വിഭാഗങ്ങളിലേക്കും കമ്പനിയുടെ പ്രവർത്തനം വൈവിധ്യവത്കരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നതിനോടൊപ്പം കമ്പനിയുടെ ഓർഡർ ബുക്ക് വർദ്ധിപ്പിക്കാനും KNR കൺസ്ട്രക്ഷൻസ് ലക്ഷ്യമിടുന്നു. ദേശീയപാത അതോറിറ്റിയിൽ നിന്നും പുതിയ പദ്ധതികൾ അനുവദിക്കുന്നതിന്റെ വേഗത കുറഞ്ഞതിനാൽ BOT പദ്ധതികളിൽ സഹകരണം തേടാനും മെട്രോ, ജല പദ്ധതികൾ പോലെ റോഡ് ഇതര വിഭാഗങ്ങളിലേക്ക് കരാർ പ്രവർത്തനം വ്യാപിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ KNR കൺസ്ട്രക്ഷൻസ് നേടിയ വരുമാനം 5478 കോടിയും അറ്റദായം 538 കോടിയുമാണ്. പ്രഡിക്ഷൻ. അശോക ബിൽകോൺ ലിമിറ്റഡ് വിവിധതരം അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കരാർ അടിസ്ഥാനത്തിലും BOT മാതൃകയിലും ഏറ്റെടുത്ത് നടപ്പാക്കുന്ന പ്രമുഖ ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അശോക ബിൽകോൺ ലിമിറ്റഡ്. റെഡി മിക്സ് കോൺക്രീറ്റ് വ്യാപാരത്തിലും കമ്പനിക്ക് ബിസിനസ് സാന്നിധ്യമുണ്ട്. ഇന്ത്യയിലെ മുൻനിര ദേശീയപാത നിർമ്മാണ കമ്പനികളിലൊന്നാണിത്. 20-ലധികം സംസ്ഥാനങ്ങളിലായി 41 പൊതു-സ്വകാര്യ പദ്ധതികളാണ് നിലവിൽ അശോക ബിൽകോൺ നടപ്പാക്കി വരുന്നത്. കേരളത്തിലെ അരൂർ ചേർത്തല ദേശീയപാതയിൽ 12.7 കിലോമീറ്റർ നീളമുള്ള രാജ്യത്തെ ഏറ്റവും വലിയ 6-വരി ഫ്ലൈഓവർ നിർമ്മിക്കുന്നത് ഈ കമ്പനിയാണ്. നിലവിൽ 21,000 കോടിയിലധികം രൂപയുടെ കരാർ മൂല്യമുള്ള പദ്ധതികളുടെ നിർമ്മാണം അശോക ബിൽകോണിന്റെ പക്കലുണ്ട്. അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനൊടുവിൽ കമ്പനി നേടിയ വരുമാനം 9,798 കോടിയും ലാഭം 539 കോടിയുമാണ്. പ്രഡിക്ഷൻ. കൺക്ലൂഷൻ. ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ റോഡുകൾക്കും ദേശീയപാതകൾക്കും നിർണായക പങ്കുവഹിക്കാനാകും. അതുകൊണ്ട് തന്നെ വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വമ്പിച്ച പുരോഗതി കൈവരിക്കേണ്ടതായുണ്ട്. ഇക്കാര്യം മുൻനിർത്തിയാണ് സമീപകാലത്തെ പൊതുബജറ്റുകളിൽ റോഡ്, ദേശീയപാത ഉൾപ്പെടെയുള്ള വിവിധ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ വൻതോതിൽ പണം നീക്കിവെക്കുന്നത്. താങ്ക് യു.